വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ ഗസയിൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ. അഭയാർത്ഥി ക്യാമ്പുകളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലി സൈന്യത്തിൻ്റെ ആക്രമണം. വംശഹത്യയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. ഹമാസിനെ തുടച്ചു നീക്കാനെന്ന വ്യാജേന ഇസ്രായേൽ നടത്തുന്നത് സാധാരണ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയാണ് എന്ന ആരോപണം അതിശക്തമാണ്. ഓരോ ദിവസങ്ങളിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ആരോപണത്തെ അടിവരയിടുകയും ചെയ്യുന്നുണ്ട്. യുദ്ധങ്ങൾ നാശം വിതയ്ക്കുന്നത് യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത നേതാക്കൾക്കല്ല, രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. ഇസ്രായേലിൻ്റെ അവസ്ഥയും അതുതന്നെ. യുദ്ധക്കൊതിയനായ നെതന്യാഹുവിൻ്റെ പിടിവാശി ഇസ്രായേലിലെ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. ഭീതിയുടെ നിഴലിലാണ് ഇസ്രായേൽ. 4 വശത്തു നിന്നും ആക്രമണം. ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കാമെന്ന ഭയത്തിലാണ് ജനം കഴിയുന്നത്. അതിനിടെ ജനങ്ങളുടെ ഭീതി വർദ്ധിപ്പിച്ച് ഒരു സിവിലിയൻ ബിൽഡിങ്ങിൽ ലെബനീസ് സായുധസേനയായ ഹിസ്ബുള്ള നടത്തിയ ആക്രമണമാണ് പുറത്തു വരുന്നത്. ഗസയിൽ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം തുടങ്ങിയത്. ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതോടെ ഇസ്രായേലിൽ നേരിട്ടാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഇസ്രായേലിലെ നഹരിയയിലെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. 2 ഡ്രോണുകളാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലെബനനിൽ നിന്ന് തൊടുത്തുവിട്ട ഈ 2 ഡ്രോണുകളിലൊന്നാണ് ബിൽഡിങ്ങിൽ പതിച്ചതെന്നാണ് IDF പറയുന്നത്. നിരീക്ഷണ ക്യാമറകളാണ് ഈ ദൃശ്യം പകർത്തിയത്. നഹരിയയിലൂടെ ഡ്രോണുകൾ പറക്കുന്നതും ആക്രമണത്തിന് തൊട്ടുമുമ്പ് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും സൈറൻ മുഴങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും. നേരിട്ട് ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ളയ്ക്ക് IDF ചീഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഹിസ്ബുള്ള തയ്യാറായിട്ടില്ല. ഹിസ്ബുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വടക്കൻ ഇസ്രായേലിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ്. ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത ഇടമായി ഇവിടെ മാറിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്കൂളുകൾ അടയ്ക്കുന്നതിനെക്കുറിച്ച് പോലും അധികാരികൾ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ലെബനനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്നാണ് ഇസ്രായേൽ ഭീഷണി മുഴക്കിയത്. എന്നിട്ടും ആക്രമണവുമായി ഹിസ്ബുള്ള മുന്നോട്ട് പോവുകയാണ്. അതിനിടെ ഗസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ സൈനിക നടപടി വേണമെന്ന് അടിയന്തര സുരക്ഷാ സമിതി യോഗത്തിൽ നെതന്യാഹു പറഞ്ഞു. അതിനിടെ 3 സൈനികരുടെ കൊലയെ തുടർന്ന് ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ സുരക്ഷയും പരിശോധനയും കർക്കശമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ നഗരങ്ങളിൽ തുടരുന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾക്കിടയിലും വെടിനിർത്തൽ കരാറിനോട് മുഖം തിരിക്കുന്ന നെതന്യാഹുവിൻ്റെ നടപടിയിൽ കടുത്ത പ്രതിഷേധമാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്നുണ്ടാകുന്നത്. സൈന്യത്തെ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിൻവലിക്കില്ലെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് നെതന്യാഹു അമേരിക്കയെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കരാർ നടപ്പാക്കാൻ ബൈഡൻ ഭരണകൂടം പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കവും പ്രതിസന്ധിയിലായി. ഉത്തര ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 8 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഗസ സിവിൽ എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും 4 കുടുംബാംഗങ്ങളും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായും പറയുന്നു. ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലുള്ള വെടിവെപ്പിൽ 3 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടതോടെ പ്രദേശത്തെ സംഘർഷാവസ്ഥ അതിഗുരുതരമായി തുടരുകയാണ്.